ഇന്ന് അത്തമാണ്. ഓണത്തെ വരവേൽക്കാൻ മലയാളികൾ. ഇന്ന് ചിങ്ങമാസത്തിൽ അത്തം നാളാണ്. ലോകം മുഴുവനുള്ള മലയാളികൾ അത്തം നാൾ മുതൽ പൂക്കളമിടുന്നു. അത്തംനാളിലാണ് ഓണാഘോഷത്തിന് തുടക്കമാകുന്നത്. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകൾ ഉണർത്തി ഒരു ഓണക്കാലം കൂടി. അത്തം 10 ഓണമെന്നാണ് പഴമൊഴി. മുറ്റത്ത് പൂക്കളമിടുന്നതിന് തുടക്കം കുറിക്കുന്നു. നടുമുറ്റത്ത് ചാണകം മെഴുകി സൂര്യനെ ധ്യാനിച്ച് തുമ്പയും തുളസിയും ഉപയോഗിച്ചാണ് ആദ്യ ദിനം പൂക്കളമൊരുക്കുക. 2-ാം ദിവസം തുമ്പയും മന്ദാരവും തുടങ്ങി വെളുത്ത പൂക്കൾ. 3-ാം നാൾ മുതൽ കാക്കപ്പൂവും മുക്കുറ്റിയും ചെത്തിയും ജണ്ടുമല്ലിയും എന്നുവേണ്ട അരിപ്പൂവും ശംഖുപുഷ്പവും വേലിപ്പടർപ്പിലെ സുന്ദരിപ്പൂവുമെല്ലാം മുറ്റത്ത് നിറച്ചാർത്ത് തീർക്കും. മധ്യകേരളത്തിൽ പൂക്കളത്തിനു ചുറ്റും തൃക്കാക്കരയപ്പനായ വാമനമൂർത്തിയുടെ രൂപം അലങ്കരിക്കും. തിരുവോണനാളിൽ പൂക്കളത്തിൽ ഓണത്തപ്പനെ മൂടാനായി തുമ്പപ്പൂവും തുമ്പയില അരിഞ്ഞതും തുമ്പക്കുടവും ഉപയോഗിക്കുന്നു. തുമ്പപ്പൂ കൊണ്ടുണ്ടാക്കിയ അടനേദ്യവും പഴം പുഴുങ്ങിയതും തിരുവോണനാളിലെ പ്രത്യേകതയാണ്. കേരളത്തിന്റെ ഓരോ ഭാഗത്തും വ്യത്യസ്തമായാണ് അത്തം നാൾ മുതലുള്ള പൂക്കളമൊരുക്കലും ആഘോഷവും. റിസർച്ച് ഡെസ്ക് 24. പ്രശസ്തമായ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര ഇന്ന് തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങുന്ന യാത്ര നഗരം ചുറ്റി തിരികെ സ്കൂൾ ഗ്രൗണ്ടിലെത്തുമ്പോൾ ഘോഷയാത്ര അവസാനിക്കും. നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന ഘോഷയാത്രയിൽ ചെണ്ടമേളവും നിശ്ചല ദൃശ്യങ്ങളും മറ്റ് കലാരൂപങ്ങളുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന കലാകാരന്മാർ പങ്കെടുക്കും. ഘോഷയാത്രയുടെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലെത്തിക്കാൻ 24 സജ്ജമാണ്. ഇപ്പോൾ സ്മിത ഹരിദാസും ആൻമരിയ സണ്ണിയുമാണ് വിവരങ്ങളുമായി തൃപ്പൂണിത്തുറയിൽ നിന്ന് തത്സമയം ചേരുന്നത്. സ്മിത, ആൻമരിയ, ഗുഡ് മോർണിംഗ്. ഈ ഘോഷയാത്ര എന്ന് പറയുന്ന ഒരു വർണ്ണ കാഴ്ചയാണ്. എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്? ഇന്നെങ്ങനെയാണ് ഘോഷയാത്ര? സ്മിത. ഉന്മേഷ്, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറയിലെ ആ പ്രധാനപ്പെട്ട സ്കൂൾ ഗ്രൗണ്ടിന്റെ അവിടെ തന്നെയാണ്. ഇതിപ്പോൾ ചമയങ്ങൾ ഒരുങ്ങുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇതാ കാണാം, നമുക്ക് ഓരോ പുലികൾ അങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞു. ചില പുലികൾ ഇതാ ഫ്രഷായിട്ടൊരു പുലി ഇപ്പൊ വന്ന് നിൽക്കുകയാണ്. ഇന്നലെ ഉറങ്ങാത്തൊരു രാത്രിയാണ് ഇവരെ സംബന്ധിച്ച് കടന്നുപോയത്. വെളുപ്പിന് തുടങ്ങി 1 മണി 2 മണിയോടുകൂടി ചമയങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഇതാ മുഴുവനും പൂർത്തിയായി. ഒരു പൂർണ്ണകായ പുലി നിൽക്കുകയാണ്. പുലിയുടെ ചില അഭ്യാസങ്ങളൊക്കെ കാണാം. എന്താ പുള്ളിയൊക്കെ ഇടാനുണ്ട്. ഇത് എത്ര മണിക്ക് തുടങ്ങി? 2:30-2:45 തുടങ്ങിയതാണ്. എപ്പോഴാ വന്നേ? ഞങ്ങൾ 11 മണി. തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂർ എല്ലാ കൊല്ലവും കാണാറുണ്ട്. എല്ലാ കൊല്ലം. എന്റെ പേര് രഘുനാഥ്. അപ്പൊ ഇത്തവണ എങ്ങനെയുണ്ട്? പൊളിക്കണം? ഇത്തവണ പൊളിക്കും. നിങ്ങൾ എത്ര പേരാ വന്നിരിക്കുന്നത്? ഞങ്ങള് 30 പേരുണ്ട്. 30 പേരുണ്ട്. ഇതെങ്ങനെ ഈ വയറൊക്കെ എത്ര കൃത്യമായിട്ട് സൂക്ഷിക്കണേ? സാധാരണ ഭക്ഷണം തന്നെയുള്ളോ? ഭക്ഷണക്രമത്തിലൊക്കെ ശ്രദ്ധിക്കണം. കാര്യമായിട്ടുള്ളതൊന്നുമില്ല. ഉടഞ്ഞു പോയ പ്രശ്നമാണ്. ഇത്തിരി കൂട്ടണം. ഈ സീസൺ ആയി കഴിഞ്ഞാൽ ഞങ്ങള് ഫുഡ് ഇത്തിരി ഭക്ഷണമൊക്കെ ഇത്തിരി നല്ല രീതിയിലാക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരുങ്ങും ചേട്ടാ. അപ്പൊ ഈ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. പുലിത്തലകൾ അങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. യുവജന സംഘം പുലിക്കളി സമിതി വിയ്യൂർ, തൃശ്ശൂരിന്റെ ഒരു കുത്തകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പുലിക്കളി മാത്രമല്ല, കേരളത്തിന്റെ പലതരത്തിലുള്ള നാടൻ കലാരൂപങ്ങൾ ഇന്നിവിടെ ഘോഷയാത്രയിൽ അണിനിരക്കും. കാവടിയുണ്ട്, കരകാട്ടം, മയിലാട്ടം, കാവടി, തെയ്യം, തിറ എന്നു വേണ്ട നാടൻ പാട്ടുകളും കലാസംഘങ്ങളുമായിട്ട് കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള കലാകാരന്മാർ ഇന്നിവിടെ സമ്മേളിക്കും. അതാണ് അത്തനഗരിയിലെ ഒരു പ്രധാന പ്രത്യേകത. 9 മണിക്കാണ്, കൃത്യം 9 മണിക്കാണ് ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് നടക്കുക. അതിന്റെ വിവരങ്ങൾ നമുക്ക് ആൻമരിയ നൽകും. ഞാനിപ്പോൾ ഈ ബോയ്സ് ഹൈസ്കൂളിന്റെ കോമ്പൗണ്ടിൽ ഓരോ സ്ഥലങ്ങളിലായിട്ട് പോയിട്ട് ഇവിടെ ഒരുക്കങ്ങൾ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഒരുക്കങ്ങൾ ചമയങ്ങളും തന്നെയാണല്ലോ ഈ അത്തം നഗരിയുടെ ഒരു പ്രധാന പ്രത്യേകതയും. അതുമാത്രമല്ല, നമ്മുടെ ഈ പൊയ്പോയ കാർഷിക സംസ്കാരത്തിന്റെ ഓണത്തിന്റെ വിളംബരമാണ്. അത്തത്തിന് തുടങ്ങി അത്തം 10 ഓണം എന്ന് പറയുന്നത് പോലെ തന്നെ അത്തം നാളിൽ തുടങ്ങുന്നു. അപ്പോൾ ആ പൊയ്പോയ കാലത്തിന്റെ ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഉണർത്തിയിട്ട്, കാർഷിക സംസ്കൃതിയുടെ ഓർമ്മകൾ ഉണർത്തിയിട്ട് ഐക്യത്തോടുകൂടി ഈ ഒരു ഇതിലെ രാജഭരണ കാലത്ത് തന്നെ രാജാവ് നഗരം ചുറ്റാൻ ഇറങ്ങുന്ന ആ കാഴ്ചകളുടെ ഓർമ്മകളുണ്ട്. ഇന്നലെ തന്നെ ഹിൽ പാലസിൽ നിന്ന് രാജപ്രതിനിധിയിൽ നിന്ന് നഗരസഭാധ്യക്ഷ രമാ സന്തോഷ്
സന്തോഷ് ഈ പത്തം പതാക അവിടെ നിന്ന് വഹിച്ച് ഏറ്റുവാങ്ങി അവിടെ നിന്ന് ഘോഷയാത്രയായി തന്നെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോൾ തുടങ്ങി യഥാർത്ഥത്തിൽ ഇന്നലെ ഇവിടെ പതാക എത്തിയപ്പോൾ തുടങ്ങി ഈ ആഘോഷങ്ങളെല്ലാം തന്നെ. ചേട്ടന്റെ ഈ പുലിക്ക് നിറം വ്യത്യാസം ഉണ്ടല്ലോ. വെറൈറ്റി പുലിയാണ്. ഇത് മുഴുവനായിട്ടില്ല. പ്രിന്റോ കുറെ നാളായോ ഇവിടെ? നിങ്ങള് ഈ ചേട്ടൻ നോക്ക്, ഇതാ ഇവിടെ ഒരു ചേട്ടനാണ് ഏറ്റവും വലിയ പുലി. അങ്ങനെ മത്സരം രണ്ടാളുണ്ട്. മത്സരം ഉണ്ടാവാറുണ്ടല്ലോ. ഇത്തവണയും പുലികളി പൊളിക്കുമല്ലേ. അതുകൊണ്ടാ ഈ ചേട്ടൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഈ പുലി റെഡിയാവാൻ വേണ്ടി ഇരിക്കുവാണ്. രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരിക്കുവാണ്. പുലികളിയുടെ ആളുകളാണ് ഇവിടെ കൂടുതലുള്ളത്. പക്ഷേ ബാക്കി എല്ലാവരും ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. തെയ്യം തിറയൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തേക്കൊക്കെ ഒന്ന് പോകാമെന്ന് കരുതുകയാണ്. അപ്പോൾ ഘോഷയാത്ര തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ സംസ്ഥാന സർക്കാർ ഓണം ഒരു ദേശീയ ഉത്സവമാക്കി മാറ്റിയതിനു ശേഷം സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് നടക്കുന്നത്. മന്ത്രി എം പി രാജേഷ്, പി രാജീവ് എന്നിവരുണ്ടാകും. അതോടൊപ്പം തന്നെ ചലച്ചിത്ര താരങ്ങളായ ജയറാമുണ്ട്, രമേശ് പിഷാരടിയൊക്കെ ഉദ്ഘാടന ചടങ്ങിന് വരും. 9 മണിക്ക് തന്നെ പതാക ഉയർത്തലുണ്ടാകും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അപ്പുറത്ത് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. 450-ലേറെ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് ഇവിടുത്തെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി. അതോടൊപ്പം തന്നെ ഭിന്നശേഷി സൗഹൃദമാണ് ഇത്തവണത്തെ അത്തച്ചമയ ദൃശ്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭിന്നശേഷി കുട്ടികൾ എല്ലാവരും ഉണ്ടാവും. അതൊരു വളരെ നല്ല കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. പലപ്പോഴും ഹരിതചട്ടം പാലിച്ചാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കാറ്. അതും ഇത്തവണയും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശുദ്ധജലം, കുടിവെള്ളം കിട്ടാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്താറുണ്ട്. മഴ ഇതുവരെ ഇല്ല. ഇന്നലെ 2 ദിവസമായിട്ട് മഴയില്ലാത്തതുകൊണ്ട് ഇത്തവണ മഴ ചതിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം ചെറുതായിട്ട് മഴ പെയ്തിരുന്നു. അങ്ങനെ നല്ല രസമായിട്ട് ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഈ പ്രഭാതത്തിൽ. അതുതന്നെയാണ് ഈ ആഘോഷങ്ങളും ആരവങ്ങളുടെ ഒരു തുടക്കം തന്നെയാണ്. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി, സ്മിത ഹരിദാസ് ആണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇനി ആൻമരിയ സണ്ണി കൂടി ചേരുകയാണ്. ആൻമരിയ, സുപ്രഭാതം. അപ്പോൾ ആൻമരിയ നിൽക്കുന്നത് എവിടെയാണ്? ഇന്നത്തെ ചടങ്ങുകൾ മന്ത്രി എം പി രാജേഷ് ഉണ്ട്, മന്ത്രി പി രാജീവ് ഉണ്ട്, നടന്മാരായ ജയറാമും രമേശ് പിഷാരടിയും ഒക്കെ എത്തുന്നുണ്ട്. എങ്ങനെയാണ് ചടങ്ങുകളുടെ ഒരു ക്രമീകരണം? ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാന സ്റ്റേജിന് മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയാണ് ഇന്ന് അത്തച്ചമയത്തിന് വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടും ഉദ്ഘാടനം, പതാക ഉയർത്തലെല്ലാം നടക്കുന്ന പ്രധാന സ്റ്റേജിന് മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ കസാരകളൊക്കെ കാലിയാണ്. ആളുകളൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാം ഇന്നലത്തോടെ തന്നെ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി ഒരു 9 മണിയോട് അടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു 8 മണിക്ക് ശേഷം ഇങ്ങനെ ആയിരിക്കില്ല ഈ ഒരു സ്കൂൾ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ആളുകളെ കൊണ്ട് നിറയും, കടകൾ കൊണ്ട് നിറയും, പിന്നെ ഒരുക്കങ്ങളാകും, കലാരൂപങ്ങളാകും. അങ്ങനെ ഈ തൃപ്പൂണിത്തുറ നഗരം മുഴുവനും അത്തച്ചമയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓണാഘോഷത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകും. കൃത്യം 9 മണിക്ക് തന്നെ പരിപാടി, അത്തച്ചമയത്തിന് വേണ്ടിയിട്ടുള്ള ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കുമെന്നാണ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. 9 മണിക്ക് മന്ത്രി എം പി രാജേഷ് ഇത് ഉദ്ഘാടനം ചെയ്യും. ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ചലച്ചിത്ര താരമായിട്ടുള്ള ജയറാം ആയിരിക്കും നിർവഹിക്കുക. പിന്നീട് പി രാജീവ് പതാക ഉയർത്തും. അതിനുശേഷം ഈ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര നഗരം മുഴുവൻ ചുറ്റി തിരിച്ച് ഇവിടെ എത്തിച്ചേരുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കൃത്യം 9 മണിയോട് കൂടി തന്നെ ആരംഭിക്കും. 450-ലധികം പോലീസുകളെ വിന്യസിച്ചുകൊണ്ടുള്ള വലിയ തരത്തിലുള്ള സുരക്ഷ ഇതിനോടകം തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആംബുലൻസുകളുടെ സർവീസ്, മറ്റ് സേവനങ്ങൾ എല്ലാം തന്നെ ഇതിനോടകം തന്നെ തയ്യാറാണ്. ഇന്നലെയോടുകൂടി തന്നെ ഈ നഗരത്തിൽ ഈ ഘോഷയാത്ര പോകുന്ന ഭാഗങ്ങളിലെല്ലാം ഈ ബാരിക്കേഡുകളൊക്കെ വെച്ച് കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രധാന സ്റ്റേജാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ സ്റ്റേജിലെല്ലാം നിറയെ ആളുകളായിരിക്കും. വളരെ അധികത്തോടു കൂടി ഓണാഘോഷത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തൃപ്പൂണിത്തുറ നഗരം ഒരുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷക്കാലങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള മഴയെല്ലാം ഈ ഓണാഘോഷത്തെ അല്ലെങ്കിൽ ആ ഒരു ഘോഷയാത്രയ്ക്ക് ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളായിട്ട് നിലനിന്നിരുന്ന ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മഴ മാറി നിൽക്കുകയാണ്. തെളിഞ്ഞൊരു കാലാവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഓണത്തെ വരവേൽക്കാൻ തൃപ്പൂണിത്തുറ നഗരം ഒരുങ്ങിയിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. അത് മാത്രമല്ല നിരവധിയായിട്ടുള്ള കലാരൂപങ്ങൾ. ഇന്നലെ ഏകദേശം നമ്മൾ വന്ന സമയത്ത് കുറച്ച് ആളുകളോടൊക്കെ നമ്മൾ സംസാരിച്ചിരിക്കുന്നു. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ സ്മിത കാണിച്ചിരുന്ന ആ പുലികളിയുടെ ആ ഭാഗങ്ങളെല്ലാം നമ്മൾ കണ്ടിരുന്നു. അവരൊക്കെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഇവിടെ എത്തിയവരാണ്. ഏകദേശം ഒരു 2 മണിയോട് കൂടിയൊക്കെ അവർ ഒരുങ്ങാൻ വേണ്ടി തുടങ്ങിയത്. അത് പുലികളിയുടെ ഭാഗം മാത്രമാണ് നമ്മൾ കണ്ടത്. പിന്നീട് ആ സ്കൂളിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നിരവധിയായിട്ടുള്ള കലാരൂപങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ തൃപ്പൂണിത്തുറ നഗരം മുഴുവൻ, കേരളം മണ്ണ് മുഴുവൻ ഓണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്, തയ്യാറായിരിക്കുകയാണ്. ക്രിസ്റ്റീന. ആൻമരിയ സണ്ണിയാണ് അത്തച്ചമയ വേദിക്ക് മുന്നിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അത്തച്ചമയ ഘോഷയാത്രയോടനുബന്ധിച്ച് ഇന്ന് രാവിലെ 8 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെ തൃപ്പൂണിത്തുറ നഗരഭാഗത്ത് ഗതാഗത ക്രമീകരണങ്ങളുണ്ടാകും. കോട്ടയം ഭാഗത്തു നിന്ന് വരുന്ന ഹെവി ഗുഡ്സ് വാഹനങ്ങൾ മുളന്തുരുത്തി, ചോറ്റാനിക്കര, തിരുവാങ്കുളം, സീപോർട്ട് എയർപോർട്ട് റോഡ് വഴിയായിരിക്കണം എറണാകുളം ഭാഗത്തേക്ക് പോകേണ്ടത്.
വൈക്കം ഭാഗത്തു നിന്ന് വരുന്ന ഹെവി ഗുഡ്സ് വാഹനങ്ങൾ നടക്കാവ് ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് മുളന്തുരുത്തി വഴി തിരുവാങ്കുളം സീപോർട്ട് എയർപോർട്ട് റോഡ് വഴി എറണാകുളം ഭാഗത്തേക്ക് പോകേണ്ടതാണ്. കോട്ടയം, വൈക്കം, മുളന്തുരുത്തി എന്നീ ഭാഗങ്ങളിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകേണ്ട സർവീസ് ബസ്സുകളും ചെറിയ വാഹനങ്ങളും കണ്ണൻകുളങ്ങര ജംഗ്ഷനിലെത്തി മിനി ബൈപ്പാസ് വഴി പോകേണ്ടതാണ്. കേന്ദ്ര സഹായം ഇല്ലെങ്കിലും ആശ്വാസ പ്രവർത്തനങ്ങളിൽ നിന്ന് കേരളം പിന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ഓണം ഫെയർ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഓണവിപണി വഴി ഇത്തവണ 250 കോടിയുടെ വിറ്റുവരവാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം ഇന്നു മുതൽ ആരംഭിക്കും. വിപണി ഇടപെടൽ ഫലപ്രദമാക്കുന്നതിന്റെ ഭാഗമായി സെപ്റ്റംബർ 4 വരെ 10 ദിവസങ്ങളിലായാണ് സംസ്ഥാനത്ത് ഓണച്ചന്തകൾ പ്രവർത്തിക്കുക. ജില്ലാ കേന്ദ്രങ്ങൾക്ക് പുറമെ ഇക്കുറി 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഓണം ഫെയറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സപ്ലൈകോ ഓണം ഫെയർ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കാത്ത കേന്ദ്ര നടപടിയെ ചടങ്ങിൽ മുഖ്യമന്ത്രി വിമർശിച്ചു. നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനമാണല്ലോ കേരളം. ഈ രാജ്യത്തെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത്രയും സുഗമമായ രീതിയിൽ റേഷൻ വിതരണം നടക്കുന്നുണ്ടോ? റേഷൻ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നതാണ് കേന്ദ്ര സർക്കാർ നയം. 8 രൂപ 30 പൈസക്ക് കേരളത്തിന് അരിവിഹിതം നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട കാര്യം ഇവിടെ വ്യക്തമാക്കുകയുണ്ടായി. ഒരു മണി അരി പോലും അധികമായി നൽകാൻ തയ്യാറായില്ല. വെളിച്ചെണ്ണ വില വർധനവ് പിടിച്ചു നിർത്താനായെന്നും വരും ദിവസങ്ങളിൽ വില വീണ്ടും കുറയുമെന്നും മന്ത്രി GR അനിൽ. സപ്ലൈകോയുടെ ശബരി വെളിച്ചെണ്ണ 339 രൂപയ്ക്ക് വിൽക്കുകയാണ്. സബ്സിഡി ഇതര വെളിച്ചെണ്ണയായി ശബരി കൊടുക്കുന്നത് 389 രൂപയ്ക്കാണ്. മാർക്കറ്റിലെ വില നമുക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് സബ്സിഡിയിലൂടെ വില കുറച്ചു കൊടുക്കാൻ കഴിഞ്ഞ ഗവൺമെന്റിന്റെ നിലപാട് കൊണ്ട് മാത്രമാണ്. സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ സബ്സിഡി ഇതര സാധനങ്ങൾക്കും ഓണച്ചന്തകളിൽ പ്രത്യേക വിലക്കിഴിവുണ്ടാകും. 24 തിരുവനന്തപുരം. സപ്ലൈകോ എറണാകുളം ജില്ലാ ഓണം ഫെയർ ഇന്നു മുതൽ കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടി വ്യവസായ മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്യും. ഉമാ തോമസ് MLA അധ്യക്ഷയാകുന്ന ചടങ്ങിൽ നഗരസഭാ മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ ആദ്യ വിൽപ്പന നടത്തും. ഹൈബി ഈഡൻ MP മുഖ്യപ്രഭാഷണം നടത്തും. ഓണത്തിനായി സപ്ലൈകോ 2.5 ലക്ഷത്തോളം ക്വിന്റൽ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചിട്ടുണ്ട്. ഓണക്കാലത്ത് സബ്സിഡി അരിക്ക് പുറമെ കാർഡ് ഒന്നിന് 20 കിലോ പച്ചരിയോ പുഴുക്കലരിയോ 25 രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയായി ലഭ്യമാക്കും. സബ്സിഡി നിരക്കിൽ നൽകുന്ന മുളകിന്റെ അളവ് 1/2 കിലോയിൽ നിന്ന് 1 കിലോയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. മറ്റ് പ്രമുഖ റീറ്റെയിൽ ചെയിനുകളോട് കിടപിടിക്കുന്ന വിധത്തിൽ ബ്രാൻഡഡ് FMCG ഉൽപ്പന്നങ്ങളുടെ ഒരു നിര തന്നെ ഇത്തവണ സപ്ലൈകോ ഒരുക്കിയിട്ടുണ്ട്. 250-ലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകളും വിലക്കുറവും നൽകുന്നുണ്ട്. സെപ്റ്റംബർ 4 വരെയാണ് ജില്ലാ ഫെയറുകൾ സംഘടിപ്പിക്കുക. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 4 വരെ ഒരു പ്രധാന ഔട്ട്ലെറ്റിനോടനുബന്ധിച്ച് ഫെയറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. കൂടാതെ സഞ്ചരിക്കുന്ന ഓണച്ചന്തകളും ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് ടൗൺ പോലീസ് ഹരിയാനയിൽ നിന്ന് പിടികൂടിയ രാസലഹരി സംഘത്തെ 6 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ലഹരി എത്തിച്ചിരുന്ന സംഘത്തിന്റെ കേരളത്തെ വേരുകൾ, ഇവരുടെ ക്യാരിയർമാർ, കൂടുതൽ സംഘാംഗങ്ങൾ എന്നിവരെ കണ്ടെത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും മൊബൈൽ ഫോൺ വിവരങ്ങളും കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ പരിശോധന. സമീർ C. മുഹമ്മദ് ഉണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്ന്. സമീർ, ഗുഡ് മോർണിംഗ്. ഈ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ലഹരിക്കടത്തിന്റെ ഉറവിടമാണല്ലോ ഇത്. ഏത് നിലയ്ക്കാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് സമീർ? ഗുഡ് മോർണിംഗ് ഉന്മേഷ് കൃഷ്ണ. വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമായി തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 16 കോഴിക്കോട് നഗരത്തിൽ നിന്നുകൊണ്ട് വലിയ ഒരു MDMA വേട്ട നടന്നത്. 778 ഗ്രാം MDMAയുമായാണ് മലപ്പുറം സ്വദേശിയായിട്ടുള്ള സിറാജ് പിടിയിലായത്. അങ്ങനെ സിറാജ് പിടിയിലായതിന് പിറകെയാണ് സിറാജിൻ്റെ ഫോൺ വിവരങ്ങളും അതുപോലെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘം പരിശോധിച്ചു. ആ പരിശോധനയിലാണ് വലിയ രീതിയിലുള്ള പണം ഇടപാട് നടക്കുന്നുണ്ട് എന്നും അത് നൈജീരിയൻ സ്വദേശികളുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കണ്ടെത്തിയിരുന്നു. പണം പിൻവലിച്ചത് ഹരിയാനയിലും ഡൽഹിയിലും വെച്ചാണ് എന്ന കാര്യവും കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു. അതിനൊടുവിലാണ് ഹരിയാനയിലെ കിച്ചൺ ഈ മയക്കുമരുന്ന് ഉണ്ടാക്കുന്ന കിച്ചൺ ലഹരി മാഫിയയുടെ
സംഘത്തിലേക്ക് ഈ അന്വേഷണ സംഘം എത്തുകയും അവിടെ വെച്ചുകൊണ്ട് നൈജീരിയക്കാർ ഉൾപ്പെടെയുള്ള 8 പേരെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്തിരിക്കുന്നത്. ഈ പ്രതികളെ ഇന്നലെയാണ് കോഴിക്കോട്ടേക്ക് എത്തിച്ചത്. വിശദമായിട്ടുള്ള അന്വേഷണം തുടരുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ പ്രതികളെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. ഇന്ന് വിശദമായിട്ടുള്ള തെളിവെടുപ്പുണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രതികൾക്ക് കേരളത്തിലുള്ള പങ്ക്, അതുപോലെ കേരളത്തിൽ ആരൊക്കെയാണ് ഈ പ്രതികളിൽ നിന്ന് ലഹരി മരുന്ന് വാങ്ങുന്നതും അതുപോലെ വിൽപ്പന നടത്തുന്നതും എന്ന് കണ്ടെത്തുകയാണ്. ഇവിടെ ഡീലർമാർ ആരൊക്കെയാണ്, ഒപ്പം തന്നെ എത്രമാത്രം അളവിലാണ് കേരളത്തിലേക്ക് ഓരോ മാസവും ഈ ലഹരി മരുന്ന് പ്രത്യേകിച്ചും MDMA വന്നുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. വിശദമായി ചോദ്യം ചെയ്യും. ഒപ്പം തന്നെ ഇവരുടെ ഈ ഡീലേഴ്സിനെ കണ്ടെത്തുകയും തുടർന്നുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയും ചെയ്യും. ഇന്ന് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് ടൗൺ പോലീസ് അറിയിക്കുന്നത്. ക്രിസ്റ്റിന, ഉന്മേഷ്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം അവസാനിപ്പിക്കാൻ കോൺഗ്രസ്. വിഷയം ഇനി ചർച്ചയ്ക്കെടുക്കേണ്ടതില്ല എന്നാണ് തീരുമാനം. കൂടുതൽ പരാതികൾ വരുന്നെങ്കിൽ മാത്രം രാഷ്ട്രീയമായി നേരിടണമെന്നും നേതൃതലത്തിൽ ധാരണയായിട്ടുണ്ട്. രാജിക്കായി സമരം തുടരുമെങ്കിലും CPIM-ഉം സമ്മർദ്ദം ശക്തമാക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനത്ത് നിന്നുള്ള രാജി തൽക്കാലം കോൺഗ്രസിന്റെ അജണ്ടയിലില്ല. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതോടെ വിവാദം അവസാനിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. CPIM-ന്റെയും BJP-യുടെയും സമരങ്ങളും കൂടുതൽ ദിവസം തുടരില്ല എന്ന് നേതൃത്വം കരുതുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലും മിതത്വം പാലിക്കാനാണ് നീക്കം. കൂടുതൽ പരാതികൾ വരുന്നെങ്കിൽ നേതൃത്വം പരിശോധിക്കും. പാർട്ടിതല അന്വേഷണം ഉണ്ടാവില്ല. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് നിർദ്ദേശിക്കും. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയത്തിൽ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാം. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടർ പട്ടിക വിവാദത്തിലും സംസ്ഥാന സർക്കാരിനെതിരായ വിഷയങ്ങളിലും സമരം തുടരാനാണ് തീരുമാനം. യൂത്ത് കോൺഗ്രസ് തൃശൂരിലേക്ക് നേരത്തെ നിശ്ചയിച്ച ലോങ് മാർച്ച് വൈകാതെ സംഘടിപ്പിക്കും. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുനരാരംഭിക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ വിഷയത്തിലും ചർച്ചകൾ തുടരും. സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിട്ടില്ല. രാഹുൽ എന്തു പ്രതിരോധമുയർത്തുമെന്നതും കാത്തിരുന്നു കാണണം. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ സജീവമാകാൻ സാധ്യത. വടക്കൻ കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമായി 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് വിജിൽ കൊലപാതക കേസിൽ അസ്ഥി കടലിൽ ഒഴുക്കിയതായി മൊഴി. ഒരസ്ഥി കടലിൽ ഒഴുക്കിയെന്നാണ് പ്രതികളുടെ മൊഴി. വിജിലിന്റെ മൃതദേഹം ചതുപ്പിൽ താഴ്ത്തി 8 മാസത്തിന് ശേഷമാണ് അസ്ഥി കടലിൽ ഒഴുക്കിയത്. വിജിലിന്റെ ബൈക്ക് കല്ലായി റെയിൽവേ സ്റ്റേഷൻ സമീപം ഉപേക്ഷിച്ചു എന്നും മൊഴിയുണ്ട്. പ്രതികളുടെ പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. 24 ബ്രേക്കിംഗ് വിവരങ്ങളുമായി ഇപ്പോൾ സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. സമീർ, ഈ പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴിയുടെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് സമീർ? കൃഷ്ണ, ഉന്മേഷ്, വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് പ്രതികളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികൾ നൽകിയിരിക്കുന്നത് അസ്ഥികൾ കടലിൽ കൊണ്ടുപോയി ഒഴുക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 2019 മാർച്ച് 24-നാണ് രാത്രിയോടുകൂടെ ഈ യുവാവിനെ വീട്ടിൽ നിന്ന് കാണാതായത്. അതായത് സുഹൃത്തുക്കൾക്കൊപ്പം ബൈക്കിൽ പോവുകയായിരുന്നു. പിന്നീടാണ് ഈ യുവാവിന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയെങ്കിലും ഈ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ മിസ്സിംഗ് കേസുകൾ പ്രത്യേകം അന്വേഷിക്കണം എന്ന് കമ്മീഷണർ പ്രത്യേക നിർദ്ദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ അന്വേഷണം വീണ്ടും ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ആദ്യം ചോദ്യം ചെയ്തവരെയൊക്കെ വീണ്ടും ചോദ്യം ചെയ്തത്. അതിനൊടുവിലാണ് ഇപ്പോൾ 2 പേരുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം അവർക്ക് അന്വേഷണ സംഘത്തിന് രേഖപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ബംഗളൂരുവിലായിരുന്ന പ്രതികളെ അവിടെ നിന്ന് കസ്റ്റഡി എടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിനൊടുവിലാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആ മൊഴികളിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കൊന്ന കാര്യങ്ങൾ, അതായത് കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരുന്നില്ല ഇത് ചെയ്തത്. അമിതമായ അളവിൽ വിജിലിനെ ബ്രൗൺ ഷുഗർ കുത്തിവെച്ചു. പിന്നീട് അബോധാവസ്ഥയിൽ അവിടെ തളർന്നു വീഴുകയും ചെയ്തു. എന്നാൽ അത് ഈ ലഹരിയുടെ ഭാഗമായിട്ടായിരിക്കും എന്നുള്ള ഒരു ധാരണയിലാണ് തങ്ങൾ അവിടെ തന്നെ തുടർന്നത്. പിന്നീടും നീക്കാതായതോടുകൂടെയാണ് എണീറ്റ് വരാൻ കഴിഞ്ഞില്ല. അതേ തുടർന്നാണ് മരിച്ചു എന്ന് ഉറപ്പാക്കുകയും പിന്നീട്
ഈ കല്ല് കെട്ടിക്കൊണ്ട് സരോവരം ഭാഗത്തുള്ള ഒരു പാർക്കിൻ്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് കല്ല് കെട്ടിക്കൊണ്ട് അവിടെ താഴ്ത്തി അവിടെ കുഴിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന കാര്യം കൂടി ഈ പ്രതികൾ നൽകിയിരിക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ മാസങ്ങൾ പിന്നീടാണ് അവിടുന്ന് അസ്ഥി എടുക്കുകയും അത് കടലിൽ കൊണ്ട് ഒഴുക്കി എന്നുള്ള കാര്യം കൂടി ഈ പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ആദ്യമൊന്നും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികൾ മൊഴി നൽകാൻ വിസമ്മതിച്ചിരുന്നു. അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷേ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് അത്തരം കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം നൽകിയിട്ടുള്ള അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. അത് ലഭ്യമായാൽ ഈ രണ്ടുപേരെയും നിഖിലിനെയും അതുപോലെ തന്നെ ദീപേഷിനെയും ഇന്ന് തന്നെ തെളിവെടുപ്പിനായി കൊണ്ടുവരും. മാത്രമല്ല ഈ കേസിൽ ഒരാൾ പുറത്തു നിൽക്കുന്നുണ്ട്. രഞ്ജിത്ത് എന്ന മൂന്നാമത്തെ പ്രതിയാണ് ഇപ്പോൾ പുറത്തുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഈ പ്രതിയെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ഈ രണ്ടുപേരെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യും, തെളിവെടുപ്പ് നടത്തും. ഒപ്പം തന്നെ രഞ്ജിത്തിനെ കണ്ടെത്തുകയും ചെയ്യും. തുടർന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 6 വർഷത്തോളം നീണ്ടുനിന്ന അന്വേഷണത്തിൽ തുമ്പുണ്ടായിരിക്കുന്നു. 2 പ്രതികളുടെ അറസ്റ്റ് അന്വേഷണ സംഘത്തിന് രേഖപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഉന്മേഷ്, ക്രിസ്റ്റീന. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഓണറേറിയം വർധന ആവശ്യപ്പെട്ട് ആശാ വർക്കേഴ്സ് നടത്തുന്ന അനിശ്ചിതകാല സമരം 200-ാം ദിവസത്തിലേക്ക്. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടന്നുവരുന്ന സമരം നാളെ 200-ാം ദിവസത്തിലേക്ക് കടക്കും. 21,000 രൂപ ഓണറേറിയം അനുവദിക്കണം, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകണം എന്നിവയാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ആശമാർക്കായി കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചുവെങ്കിലും അത് ലഭ്യമായിട്ടില്ല. പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച് വിദഗ്ധ സമിതി റിപ്പോർട്ട് പുറത്തുവരാത്തതും പ്രതിഷേധങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. 2 ആഴ്ച കൂടി സമയം വേണമെന്നാണ് വിദഗ്ധ സമിതിയുടെ നിലപാട്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്ക് Z+ കാറ്റഗറി സുരക്ഷ എന്നതാണ് വാർത്ത. സുരക്ഷയ്ക്കായി ഡൽഹി പോലീസിന്റെ 40 ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. CRPF സുരക്ഷ പിൻവലിച്ചതിന് പിന്നാലെയാണ് നടപടി. കഴിഞ്ഞ ആഴ്ചയാണ് ഡൽഹി മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണമുണ്ടായത്. ഈ പശ്ചാത്തലത്തിലാണ് കടുത്ത സുരക്ഷാ നടപടികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. CPI സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയ റിപ്പോർട്ടും പ്രവർത്തന റിപ്പോർട്ടും തയ്യാറാക്കുകയാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട. ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും തുടർന്നുള്ള 2 ദിവസങ്ങളിൽ സംസ്ഥാന കൌൺസിലും ചേർന്ന് റിപ്പോർട്ടിന് അന്തിമ രൂപം നൽകും. വിഭാഗീയ പ്രശ്നങ്ങൾക്കിടയിലും 14 ജില്ലാ സമ്മേളനങ്ങളും കുഴപ്പങ്ങളില്ലാതെ പൂർത്തിയാക്കാനായി എന്നതായിരിക്കും പ്രവർത്തന റിപ്പോർട്ടിൽ നേതൃത്വം അവകാശപ്പെടുന്ന പ്രധാന കാര്യം. സംസ്ഥാനത്തെ പാർട്ടി അംഗങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവും റിപ്പോർട്ടിൽ നേട്ടമായി ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നോക്കാം ചില കായിക വാർത്തകൾ ചുരുക്കത്തിൽ. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിന് 2ാം ജയം. തൃശൂർ ടൈറ്റൻസിനെ 8 വിക്കറ്റിന് തകർത്തു. 145 റൺസ് വിജയലക്ഷ്യം 14.1 ഓവറിൽ മറികടന്നു. ISL നടത്തിപ്പിൽ ഏകദേശ ധാരണയിലെത്തി സംഘാടകരായ ഫുട്ബോൾ ഡെവലപ്മെന്റ് സ്പോർട്സ് ലിമിറ്റഡും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ ചർച്ച ഗുണകരമായിരുന്നുവെന്ന് AIFF വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ചർച്ചയിലെ നിർദ്ദേശം സുപ്രീം കോടതി അറിയിക്കും. 28-ന് തീരുമാനമറിയിക്കാൻ സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിന് ആവേശജയം. ട്രിവാൻഡ്രം റോയൽസിനെ 3 വിക്കറ്റിന് തോൽപ്പിച്ചു. 179 റൺസ് വിജയലക്ഷ്യം മറികടന്നത് 3 പന്ത് ബാക്കി നിൽക്കെ പുറത്താകാതെ 66 റൺസ് എടുത്ത മുഹമ്മദ് കൈഫാണ് ആലപ്പിയുടെ വിജയശിൽ. കാഫ നേഷൻസ് കപ്പ് പോരാട്ടത്തിനുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ പ്രഖ്യാപിച്ചു. പുതിയ പരിശീലകൻ ഖാലിദ് ജമീൽ പ്രഖ്യാപിച്ച ടീമിൽ 3 മലയാളി താരങ്ങൾ ഇടം പിടിച്ചു. പ്രതിരോധ താരം മുഹമ്മദ് ഉവൈസ്, മധ്യനിര താരം ആഷിഖ് കുരുണിയൻ, ഫോർവേഡ് ജിതിൻ MS എന്നിവരാണ് ടീമിൽ ഇടം നേടിയ മലയാളികൾ. ഡ്രീം 11-മായുള്ള സ്പോൺസർഷിപ്പ് കരാർ അവസാനിച്ചതായി BCCI. 358 കോടിയുടെ കരാറാണ് അവസാനിപ്പിച്ചത്. പണം വെച്ചുള്ള ഓൺലൈൻ ഗെയിമുകളുടെ പ്രവർത്തനം, പരസ്യം എന്നിവ നിരോധിച്ചുകൊണ്ടുള്ള പാർലമെന്റിന്റെ ബില്ലിനെ തുടർന്നാണ് ഡ്രീം 11ന്റെ പിന്മാറ്റം. സംസ്ഥാനത്ത് 5 ജില്ലകളിലായി 18 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായതോടെ ആരോഗ്യവകുപ്പ് പ്രതിരോധ നടപടികൾ ശക്തമാക്കുന്നു. ജനകീയ ക്യാമ്പയിനിലൂടെ രോഗവ്യാപനം തടയുകയാണ് ലക്ഷ്യം. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് രോഗബാധിതർ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. വലിയ ആശങ്കയാണ് പലരിലും ഇത് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾ എടുക്കണമെന്നാണ്? ഓരോരുത്തരിലേക്കും ഈ ഒരു സന്ദേശം എത്തിക്കുക എന്നതല്ലേ ആരോഗ്യവകുപ്പിന്റെ ഒരു പ്രതിരോധ നടപടി?
ക്രിസ്റ്റീന, മറ്റ് രോഗങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന മരണനിരക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വര കേസുകൾക്കുള്ളത്. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് അത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മുഴുവൻ കിണറുകളും ശുചീകരിക്കാനാണ് നിലവിൽ സർക്കാരിൻ്റെ തീരുമാനം. ആരോഗ്യവകുപ്പിൻ്റെയും തദ്ദേശ വകുപ്പിൻ്റെയും ജലവിഭവ വകുപ്പിൻ്റെയും സംയോജനത്തോടു കൂടിയായിരിക്കും ഈ പ്രവൃത്തി നടക്കുന്നത്. ഹരിത കേരളം മിഷൻ അടക്കം ഈ പ്രവർത്തികളിൽ പങ്കാളികളാകുമെന്നതാണ് നിലവിൽ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. വീടുകൾക്ക് പുറമെ പ്രതീഷിലേക്ക് എത്താം. ആ ശബ്ദത്തിൽ ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം പ്രതീഷിലേക്ക് എത്താം. നിലവിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ് ആരോഗ്യവകുപ്പ്. അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതൽ ജില്ലകളിൽ സ്ഥിരീകരിക്കുന്ന പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് നിലവിൽ രോഗബാധിതർ ഉള്ളത്. ജനകീയ പ്രതിരോധത്തിലേക്ക് പോകാം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. അങ്ങനെ പ്രതിരോധ നടപടികൾ ശക്തമാക്കാനാണ് ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പ് എടുത്തിരിക്കുന്ന തീരുമാനം. 18 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 5 ജില്ലകളിലായിട്ടാണ് 18 പേർ നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രതിരോധം കടുപ്പിക്കാനുള്ള തീരുമാനം. MG പ്രതീഷ് തുടരുന്നുണ്ട്. പ്രതീഷിലേക്ക് വീണ്ടും. ഉന്മേഷ, 5 ജില്ലകളിലായാണ് നിലവിൽ ആക്റ്റീവ് കേസുകൾ ഉള്ളത്. നേരത്തെ 41 കേസുകൾ ഈ വർഷം റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്ന് ആരോഗ്യവകുപ്പ് ഇന്നലെ അറിയിച്ചിരുന്നു. 18 ആക്റ്റീവ് കേസുകൾ വിവിധ ജില്ലകളിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത വേണമെന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. കാരണം ഈ രോഗാണു ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ അത് തലച്ചോറിനുള്ളിൽ കയറി വളരെ പെട്ടെന്ന് തന്നെ രോഗം ഗുരുതരാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. മലിനജലത്തിലൂടെയാണ് പ്രധാനമായും ഈ അമീബ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഈ മലിനമായി കിടക്കുന്ന മുഴുവൻ ജലാശയങ്ങളും ശുചീകരിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ജലാശയങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യും. ശനി ഞായർ ദിവസങ്ങളിലാണ് അത്തരത്തിൽ ഒരു ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർ എത്രയും വേഗം ചികിത്സ തേടണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം വിവിധ ആശുപത്രികൾക്കും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ അമീബിക് മസ്തിഷ്ക ജ്വര കേസുകൾ റിപ്പോർട്ട് ചെയ്താൽ ഉടനടി വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ശനി ഞായർ ദിവസങ്ങളിലാണ് ഈ ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കുക. ഉന്മേഷ്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് സൂപ്പർ ഹെവി റോക്കറ്റിന്റെ 10ാമത് പരീക്ഷണം വീണ്ടും മാറ്റിവെച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് വിക്ഷേപണം മാറ്റിയത്. സൗത്ത് ടെക്സസിലെ സ്പേസ് എക്സിന്റെ സ്റ്റാർ ബേസിൽ നിന്ന് ഇന്ന് രാവിലെയാണ് റോക്കറ്റ് വിക്ഷേപിക്കാൻ ഇരുന്നത്. വിക്ഷേപണം നാളെ ഉണ്ടാകുമെന്ന് സ്പേസ് എക്സ് അറിയിച്ചു. ലോകത്തെ ഏറ്റവും ശക്തമായ വിക്ഷേപണ വാഹനമാണ് സ്റ്റാർഷിപ്പ് ഹെവി റോക്കറ്റ്. 400 അടി ഉയരവും 33 റാപ്റ്റർ എഞ്ചിനുകളും ബൂസ്റ്റർ ഘട്ടത്തിലുള്ള പുനരുപയോഗ വിക്ഷേപണ വാഹനമാണ് സ്റ്റാർഷിപ്പ്. മനുഷ്യരെ ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ ദൗത്യത്തിനായി ഉപയോഗിക്കാനിരിക്കുന്ന റോക്കറ്റാണ് ഇത്. ഇനി ലോകവാർത്തകളുടെ സമയമാണ്. കാണാം വാർത്താലോകം. വിദേശ ഉംറ തീർത്ഥാടകർക്ക് ഇനി ഇടനിലക്കാർ ഇല്ലാതെ ഉംറ വിസ ലഭിക്കും. ഓൺലൈൻ വഴിയാണ് ഇതിനുള്ള സൗകര്യം ഒരുക്കിയത്. ഉംറ പാക്കേജുകളും ഓൺലൈൻ വഴി തെരഞ്ഞെടുക്കാനുള്ള സൗകര്യമുണ്ട്. ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വിഷൻ 2030 ഭാഗമായി ഹജ്ജ് ഉംറ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുകയാണ് സൗദി. പല പാക്കേജുകളും ഇതിനകം നടപ്പിലാക്കി. സമീപ ഭാവിയിൽ തന്നെ പുതിയ പല പാക്കേജുകളും നടപ്പിലാക്കാൻ പോവുകയാണ്. ഏറ്റവും പുതുതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിദേശ ഉംറ തീർത്ഥാടകർക്ക് ഓൺലൈൻ വഴി ഉംറ പാക്കേജുകൾ എടുക്കാനും ഉംറ വിസ ലഭിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി എന്നതാണ്. umrah.nusuk.si എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 4600 റിയാൽ മുതൽ 13000 റിയാൽ വരെ ഉള്ള പാക്കേജുകൾ നിലവിൽ ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതായത് 3 ദിവസം മുതൽ 10 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന പാക്കേജുകളാണ് നിലവിൽ ഇതിൽ ഈ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഇപ്പോഴുള്ള ഈ 15 ദിവസം മുതൽ 1 മാസം വരെയുള്ള പാക്കേജുകൾ അല്ലെങ്കിൽ 70,000 80,000 രൂപയ്ക്കുള്ള പാക്കേജുകളൊന്നും നിലവിൽ ഈ പ്രീമിയം പാക്കേജിൽ ഇല്ല. സമീപ ഭാവിയിൽ തന്നെ അത് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഈ മക്കയിലും മദീനയിലുമുള്ള തീർത്ഥാടനത്തിന് പുറമെ ഇരു നഗരങ്ങളിലുമുള്ള ചരിത്ര പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള പ്രത്യേക സൗകര്യങ്ങളും ഈ പ്രീമിയം പാക്കേജുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.
ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക പ്രഖ്യാപിച്ച 50% തീരുവ നാളെ പ്രാബല്യത്തിലാകും. ആഗോളതലത്തിൽ സാമ്പത്തിക സ്വാർത്ഥത വളർന്നുവരുന്നെന്ന് പ്രധാനമന്ത്രി. സംരക്ഷണവാദങ്ങൾക്കെതിരെ ഉറച്ചു നിൽക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും മറുവഴികൾ കണ്ടെത്തുമെന്നും മോദി വ്യക്തമാക്കി. കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും സംരംഭകരുടെയും താൽപര്യം സംരക്ഷിക്കാത്ത നടപടികൾക്ക് ഇന്ത്യ വഴങ്ങില്ല. ചൈനീസ് സന്ദർശനത്തിന് മുന്നോടിയായി തീരുവ ഭീഷണി മുഴക്കി ഡൊണാൾഡ് ട്രംപ്. അപൂർവ ധാതുക്കൾ നൽകാൻ ചൈന തയ്യാറായില്ലെങ്കിൽ ചൈനീസ് മാഗ്നറ്റുകൾക്ക് 200% തീരുവ ചുമത്തും എന്നാണ് മുന്നറിയിപ്പ്. ഇനി ചില രാജ്യാന്തര വാർത്തകൾ ചുരുക്കത്തിൽ. ഗസയിലെ ആശുപത്രിയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. ആക്രമണത്തിൽ അന്വേഷണം വേണമെന്ന് ജർമ്മനി. സൗത്ത് വെസ്റ്റ് ഡമാസ്കസിന് സമീപം പുതിയ സൈനിക വിന്യാസം ആരംഭിച്ച ഇസ്രയേൽ നടപടിക്കെതിരെ സിറിയൻ ഭരണകൂടം. നീക്കം അപലപനീയമെന്ന് സിറിയൻ വിദേശകാര്യമന്ത്രി അസദ് ഷൈബാനി പറഞ്ഞു. 3 ആഴ്ചയ്ക്കുള്ളിൽ ഗസ യുദ്ധം അവസാനിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗസയിൽ ഇസ്രയേൽ ആക്രമണം വീണ്ടും ശക്തമാക്കുന്നതിനിടയിലാണ് ട്രംപിന്റെ പ്രതികരണം. നേരത്തെയും സമാനമായ അവകാശവാദങ്ങൾ ട്രംപ് ഉന്നയിച്ചിരുന്നു. ഗസയിലെ ആശുപത്രിയിൽ നടന്ന ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതിൽ ഖേദം പ്രകടിപ്പിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. മാധ്യമപ്രവർത്തകരെയും ആരോഗ്യപ്രവർത്തകരെയും മറ്റ് സിവിലിയന്മാരെയും ഇസ്രായേൽ വിലമതിക്കുന്നതായും പ്രതികരണം. ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായി കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൗത്ത് കൊറിയൻ പ്രസിഡന്റിന്റെ അമേരിക്കൻ സന്ദർശനത്തിനിടെയാണ് ട്രംപിന്റെ പ്രതികരണം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന ഇന്ത്യ. റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാറാണ് നിലപാട് അറിയിച്ചത്. കുറഞ്ഞ വിലയ്ക്ക് ആര് എണ്ണ തന്നാലും വാങ്ങുമെന്നും ദേശീയ താൽപര്യം സംരക്ഷിക്കുമെന്നും റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വ്യക്തമാക്കി. റഷ്യൻ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. ഇന്ത്യയ്ക്ക് മേൽ 50% തീരുവ ചുമത്താനുള്ള അമേരിക്കൻ തീരുമാനം നാളെ പ്രാബല്യത്തിലാകാൻ പോകുന്നതിന് മുൻപാണ് ഇപ്പോൾ റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് Z+ സുരക്ഷ ഏർപ്പെടുത്തി. CRPF സുരക്ഷ പിൻവലിച്ചതിന് പിന്നാലെയാണ് നടപടി. മുഖ്യമന്ത്രിയുടെ പരിപാടികൾക്ക് ശക്തമായ സുരക്ഷാ വലയം തീർക്കുമെന്നും ഡൽഹി പോലീസ് അറിയിച്ചു. അച്യുതൻ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ആക്രമണ സംഭവം ഉണ്ടല്ലോ, അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ ഈ പുതിയ സുരക്ഷാ നീക്കം? അച്യുതൻ. തീർച്ചയായിട്ടും ഉന്മേഷ്, ക്രിസ്റ്റിന, അതായത് കഴിഞ്ഞ ദിവസമാണ് ഒരു ജനസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നതിനിടയിൽ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് നേരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായത്. ഇതിന് പിന്നാലെ CRPFന്റെ സുരക്ഷ ഡൽഹി മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു. Z+ കാറ്റഗറിയിൽ സുരക്ഷയായിരുന്നു ഒരുക്കിയിരുന്നത്. എന്നാൽ അത് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അത് പിൻവലിക്കുകയുണ്ടായി. അതിന് കാരണം ഡൽഹി പോലീസ് മതിയായ സുരക്ഷ ഒരുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു CRPFന്റെ സുരക്ഷ പിൻവലിച്ചത്. എന്നാൽ ഇന്നലെയോടുകൂടി ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് Z+ കാറ്റഗറി സുരക്ഷ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അതായത് 40-ലധികം ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ടാണ് ഈ സുരക്ഷ ഒരുക്കിയിരിക്കുന്നതെന്ന് ഡൽഹി പോലീസ് അറിയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പരിപാടികൾക്ക് ശക്തമായ സുരക്ഷാ വലയം തീർക്കും. ഒപ്പം തന്നെ ഈ സന്ദർശകർക്ക്, ഓരോ സന്ദർശകരെയും വിശദമായ പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമേ ഈ മുഖ്യമന്ത്രിയുടെ വസതിയിലായിരുന്നാലും മറ്റ് പരിപാടി നടക്കുന്ന ഇടങ്ങളിലേക്കായിരുന്നാലും സന്ദർശനം ഒരുക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടി ഡൽഹി പോലീസ് കൈക്കൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്, ക്രിസ്റ്റിന. ശരി, ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് Z+ കാറ്റഗറി സുരക്ഷ അനുവദിച്ചു. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. കൂടുതൽ വാർത്തകളിലേക്ക്. വോട്ട് കൊള്ളയ്ക്കും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയിൽ ഇന്ന് പ്രിയങ്ക ഗാന്ധിയും അണിചേരും. രാവിലെ 8 മണിയോടെ ബീഹാറിലെ സുപോളിൽ നിന്നാണ് ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. മധുബനിയിലെ പൊതുപരിപാടിയിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ യാത്രയ്ക്കൊരു ഇടവേളയായിരുന്നു, വീണ്ടും അത് പുനരാരംഭിക്കുന്നു. നാളെ മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ എത്തുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ അച്യുതൻ? ബീഹാറിലെ ഗ്രാമങ്ങൾ തോറും കയറിയിറങ്ങിയാണ് ഈ വോട്ട് അധികാർ യാത്ര, രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്ര ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കൃത്യമായി തന്നെ ഈ ബീഹാറിലെ
വോട്ടർ പരിഷ്കരണത്തിനെതിരെ അത് എങ്ങനെയാണ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരം ക്രമക്കേടുകൾ നടത്തിയതെന്ന് ആരോപിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ യാത്ര നടത്തുന്നത്. പൊതു ഇടങ്ങളിൽ ചില കേന്ദ്രങ്ങളിലുള്ള അഭിസംബോധനകളിലെല്ലാം തന്നെ ഇത് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് പ്രധാനമായും ലക്ഷ്യമിട്ട് രാഹുൽ ഗാന്ധി വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധി കൂടി ഈ യാത്രയുടെ ഭാഗമാകുകയാണ്. അതായത് രാവിലെ 8 മണിയോടെ സോപ്പോളിൽ നിന്ന് ഇന്ന് യാത്ര ആരംഭിക്കും. മധുബനിയിലെ പൊതുപരിപാടിയിലായിരിക്കും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുക എന്നതാണ്. ഒപ്പം തന്നെ ബീഹാറിലെ വിവാഹിതരായ സ്ത്രീകളുടെ ആഘോഷമായ ഹർത്താലിക തിജിനോടനുബന്ധിച്ചു കൂടിയാണ് പ്രിയങ്കയുടെ സന്ദർശനം. ഇതിനുശേഷം ഇന്ത്യ മുന്നണിയിലെ മുഖ്യമന്ത്രിമാരും ഈ യാത്രയുടെ ഭാഗമായി ബീഹാറിലെത്തും എന്നത് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ഒപ്പം തന്നെ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, കർണാടക മുഖ്യമന്ത്രി, അങ്ങനെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ, രാജ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർ, അവിടുത്തെ മുഖ്യമന്ത്രിമാർ കൂടി ഈ യാത്രയുടെ ഭാഗമാവുകയാണ്. അങ്ങനെ ഒരു ഇന്ത്യ മുന്നണിയുടെ ഒരു ശക്തി പ്രകടനം കൂടി ഈ യാത്രയിൽ, അതായത് കൃത്യമായ സന്ദേശം ഈ ബീഹാർ വോട്ടർ പരിഷ്കരണത്തിനെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാണ് എന്നൊരു സന്ദേശം നൽകുക എന്നൊരു ലക്ഷ്യം കൂടി ഈ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്നുണ്ട്. ഗ്രാമങ്ങളിലെല്ലാം വലിയ ജനപങ്കാളിത്തം ഈ യാത്രയ്ക്ക് ലഭിക്കുന്നു. പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, ജനങ്ങൾ രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും കാണാനായി ഒത്തുകൂടുകയും അവർ കൃത്യമായി തന്നെ ഈ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഗ്രാമങ്ങൾ തോറുമുള്ള ആ യാത്ര അത് മുന്നോട്ട് പോകുമ്പോൾ ഉന്നത നേതാക്കൾ, പ്രതിപക്ഷ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ കൂടി ഈ യാത്രയുടെ ഭാഗമാവുകയാണ്. ഉന്മേഷ്, കൃഷ്ണ. ശരി, ആർ അച്യുതനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. രാഷ്ട്രപതി റഫറൻസിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇന്ന് വാദം കേൾക്കും. റഫറൻസിനെ അനുകൂലിക്കുന്നവരുടെ വാദം ഇന്നത്തോടെ പൂർത്തിയാകും. കഴിഞ്ഞ തവണ റഫറൻസിനെ അനുകൂലിക്കുന്നവരുടെ വാദം കേട്ട കോടതി നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഗവർണറുടെ നിഷ്ക്രിയത്വത്തിനെതിരെ ഒരു സംസ്ഥാനം കോടതിയെ സമീപിച്ചാൽ ജുഡീഷ്യൽ അവലോകനത്തിന് നിരോധനമുണ്ടോ എന്ന് ഭരണഘടനാ ബെഞ്ച് കേന്ദ്രത്തോട് ചോദിച്ചു. നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അനുമതി നൽകാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച ജസ്റ്റിസ് JB പർദേവാലയുടെ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെയാണ് രാഷ്ട്രപതി റഫറൻസ് നൽകിയത്. കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വരുന്ന യുവാക്കളുടെ പശ്ചാത്തലം പരിശോധിക്കണമെന്ന് തുറന്നടിച്ച് രമേശ് ചെന്നിത്തല. റീൽസ് മാത്രം പോരാ, മികച്ച പ്രവർത്തനവും വേണമെന്ന് വിമർശനം. 24 ഓസ്ട്രേലിയൻ പ്രതിനിധി സ്വരാജ് സെബാസ്റ്റ്യന് അനുവദിച്ച അഭിമുഖത്തിലായിരുന്നു പരാമർശം. ചെറുപ്പക്കാർക്ക് നല്ല പ്രാധാന്യം, പക്ഷെ ആ ചെറുപ്പക്കാരെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അവരാരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണം എന്നൊരു സന്ദേശമാണ് ഈ സംഭവ മാത്രം. ഓസ്ട്രേലിയൻ സന്ദർശനത്തിനെത്തിയ രമേശ് ചെന്നിത്തല വിവാദ വിഷയങ്ങളിൽ 24-നോട് പ്രതികരിക്കുകയായിരുന്നു. റീൽസ് മാത്രം പോരാ, പ്രവർത്തനവും വേണം. ഖദർ ധരിക്കുന്നതാണ് നല്ലത്, പക്ഷേ അത് നിർബന്ധമില്ലെന്നും രമേശ് ചെന്നിത്തല. ഒരാൾ ഖദർ ധരിച്ചില്ല എന്നുള്ളത് കുറ്റപ്പെടുന്നു, പക്ഷെ ഖദർ ധരിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു പ്രത്യേകത, അതിനൊരു രാജ്യസ്നേഹത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമാണ് ഖദർ, ഖാദി എന്നത് ധരിക്കുന്നതാണ് കോൺഗ്രസ്സുകാർക്ക് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടി സ്ത്രീപക്ഷ നിലപാട് സ്വീകരിച്ചു. CPM-ന് അതിന് സാധിക്കുകയില്ല. നടപടിയെടുത്ത് മാറ്റുകൂട്ടി. കുറ്റാരോപിതനെ സംരക്ഷിക്കുന്നില്ലെന്നും രമേശ് ചെന്നിത്തല. ഞങ്ങൾ നടപടിയെടുത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ കുറ്റക്കാരാണ്. ഞങ്ങൾ ശക്തമായ നടപടിയെടുത്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ ജനങ്ങൾക്ക് കോൺഗ്രസിനോട് താല്പര്യം വർദ്ധിച്ചിരിക്കുന്നു. പുതിയ തലമുറ വരികയും ആ തലമുറ ശക്തിപ്പെടുകയും ചെയ്താലേ പാർട്ടി ശക്തിപ്പെടും. വിവാദങ്ങൾ ആത്മവിശ്വാസം കെടുത്തില്ല. ജനങ്ങൾ UDF-നൊപ്പമുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിവാദം ചർച്ചയാവില്ല. ജനങ്ങൾ വിവാദം മറക്കും. കോൺഗ്രസിൽ ചെറുപ്പക്കാർക്ക് പരിഗണന നൽകി മുൻനിരയിലേക്ക് കൊണ്ടുവരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സ്വരാജ് സെബാസ്റ്റ്യൻ, 24 ഓസ്ട്രേലിയ. കൊച്ചി മാതൃകയിൽ വാട്ടർ മെട്രോ ഗോവയിലും വാട്ടർ മെട്രോ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് തീരുമാനങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് ഗോവ ജലഗതാഗത മന്ത്രി സുഭാഷ് ദേശായി അറിയിച്ചു. വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ അനവധി ദ്വീപുകളുള്ള ഗോവയിൽ റോഡ് മാർഗമെത്താൻ കഴിയില്ല. ഇവയെ തമ്മിൽ ബന്ധിപ്പിച്ച് വാട്ടർ മെട്രോ വരുന്നത് ഈ പ്രദേശത്തിന്റെ ആകെ വികസനത്തിന് വഴി തുറക്കുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയുമായി മന്ത്രി ചർച്ച നടത്തി. ഗോവയുടെ വാട്ടർ മെട്രോ പദ്ധതിക്കായി കൊച്ചി മെട്രോ നടത്തുന്ന സാധ്യതാ പഠന റിപ്പോർട്ട് വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. It is a great opportunity for me to be here in Kochi, Kerala, to understand the working of water metro. We are meeting the Honorable Union Minister, Mr. Sonawala, to discuss about this project for implementing and getting it in Goa.
We feel Goa is an ideal destination because Goa is a touristic place and it is on the world tourism. ഇനി ചില അറിയിപ്പുകൾ. കേരള സർക്കാർ അന്ത്യോദയ അന്ന യോജന റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും നൽകുന്ന സൗജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്യും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുതൽ 28 വരെ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. കോഴിക്കോട്, പുതുപ്പാടി, കൊട്ടാരക്കോത്ത്, കാവുംപുറം എന്നീ മേഖലകളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. നിയന്ത്രണം രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണി വരെ. കൊല്ലം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ റേഡിയോഗ്രാഫർ തസ്തികയിൽ ഒഴിവ്. ഇന്റർവ്യൂ ഇന്ന് നടക്കും. സപ്ലൈകോ എറണാകുളം ജില്ലാ ഓണം ഫെയറിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 10:30 വ്യവസായ മന്ത്രി P. രാജീവ് കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഹിൽപാഡ് ഗ്രൗണ്ടിൽ ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹി തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള നിർമ്മാതാക്കളുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ആദ്യ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് കൊച്ചി പുല്ലേപ്പടിയിലെ ഓഫീസിൽ രാവിലെ 10 മണിയോടെയായിരിക്കും എക്സിക്യൂട്ടീവ് യോഗം ആരംഭിക്കുക. സിനിമാ സമരം, സിനിമയിലെ നഷ്ടക്കണക്ക് പുറത്തുവിടുന്നതിൽ അവ്യക്തത, ക്ഷേമനിധി, ചികിത്സാ സഹായ പ്രവർത്തനങ്ങൾ, സംഘടന നേരിടുന്ന നിയമ നടപടികൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. വിശദമായ ചർച്ചകൾക്ക് ശേഷം 3 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിലൂടെയായിരിക്കും തീരുമാനങ്ങൾ വ്യക്തമാക്കുക. ലിസ്റ്റിൻ സ്റ്റീഫനെ സെക്രട്ടറിയായും V. രാഗേഷിനെ പ്രസിഡന്റായും തിരഞ്ഞെടുത്തതിന് ശേഷമുള്ള ആദ്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗമാണ് ഇന്ന് നടക്കുക. മലയാള ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ സാംസ്കാരിക കൂട്ടായ്മയായ മാക്ടയുടെ ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചു. എറണാകുളം മാക്ട ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ അമ്മ പ്രസിഡന്റ് ശ്വേത മേനോൻ, മാക്ട ചെയർമാൻ ജോഷി മാത്യുവിന് പുസ്തകങ്ങൾ സമ്മാനിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. മാക്ട ജനറൽ സെക്രട്ടറി ശ്രീകുമാർ അരൂക്കുറ്റി സ്വാഗതം പറഞ്ഞു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് V. രാഗേഷ്, മാക്ട സെക്രട്ടറി വ്യാസൻ എടവനക്കാട് എന്നിവർ മുഖ്യാതിഥികളായി. പുസ്തകത്തിനുള്ള ആദ്യ ഡെപ്പോസിറ്റ് തുക വ്യാസൻ എടവനക്കാടിൽ നിന്ന് V. രാഗേഷ് ഏറ്റുവാങ്ങി. ഫിഫ്ക വർക്കിംഗ് സെക്രട്ടറി സോഹൻ സീനുലാൽ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ഹംസ എന്നിവർ ചടങ്ങിന്റെ ഭാഗമായി. കണ്ണൂർ കല്യാട് 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും മോഷണം പോയ കേസിൽ അന്വേഷണം പ്രതിസന്ധിയിൽ. കൊല്ലപ്പെട്ട ദർശിതയും ആൺസുഹൃത്തും ചേർന്നാണ് കവർച്ച നടത്തിയതെന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ദർശിതയെ കൊലപ്പെടുത്തിയ കേസിൽ ആൺസുഹൃത്ത് സിദ്ധരാജു കർണാടകയിൽ റിമാൻഡിലായതാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെ കാര്യങ്ങളിൽ ഇനി വ്യക്തത വരാനുണ്ട്? ഈ മോഷണം നടത്തിയത് ആരാണ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് കൃത്യമായൊരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടോ അരുൺ? ഉന്മേഷ്, ഈ ദർശിതയുടെ ഭർത്തൃ കുടുംബം ഇന്നലെ ആരോപിച്ചത് ഈ ദർശിതയാണ് ഈ സ്വർണവും അതോടൊപ്പം തന്നെ പണവും ഈ സിദ്ധരാജുവിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ആ വീട്ടിൽ നിന്ന് എടുത്ത് കർണാടകയിലേക്ക് കൊണ്ടുപോയതെന്നാണ് ഈ ഭർത്തൃ കുടുംബം ആരോപിച്ചിരുന്നത്. പോലീസിന്റെയും പ്രാഥമികമായിട്ടുള്ള നിഗമനം അങ്ങനെയായിരുന്നു. അതിനുശേഷം ഈ സ്വർണവും പണവും പൂർണ്ണമായും കൈക്കലാക്കുന്നതിന് വേണ്ടിയാണ് സിദ്ധരാജു ഈ ദർശിതയെ ലോഡ്ജ് മുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയതെന്നൊരു നിഗമനത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ പോലീസിന് അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ടൊരു കാരണം, ഈ ദർശിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഈ സിദ്ധരാജു നിലവിൽ ഇപ്പോൾ കർണാടകയിൽ റിമാൻഡിലാണ്. പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ മാത്രമാണ് റിമാൻഡിന് മുമ്പ് കേരള പോലീസിന് കഴിഞ്ഞത്. ആ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ ഈ മോഷണം നടത്തിയെന്ന് സമ്മതിച്ചിട്ടില്ല. അത്തരത്തിൽ ഈ മോഷണത്തെ പറ്റി സ്വർണവും പണവും എടുത്തുവരാനോ അങ്ങനെ നിർദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യവും തനിക്ക് അറിയില്ല എന്നതാണ് ഈ സിദ്ധരാജു പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. പക്ഷെ വിശദമായി ചോദ്യം ചെയ്യാൻ കേരളത്തിലുള്ള പോലീസ് സംഘത്തിന് സാധിച്ചിട്ടില്ല. അത് പ്രതി അവിടെ റിമാൻഡിലാണ്. ഇനി അവിടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കേരള പോലീസ് കസ്റ്റഡിയിലൊക്കെ വാങ്ങണം. അതിന് താമസം എടുക്കുമെന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം ഈ നഷ്ടപ്പെട്ട സ്വർണവും ഈ പണവും ഒന്നും വീണ്ടെടുക്കാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മോഷണം നടത്തിയത് ഇവരാണ് എന്ന് സ്ഥിരീകരിക്കാൻ കേരള പോലീസിന് സാധിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ അന്വേഷണത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി എന്നുള്ളത്. എന്തായാലും അതിന് ഈ സിദ്ധരാജുവിനെ തന്നെ വിശദമായി ചോദ്യം ചെയ്യണം. ഇന്നലെ ഈ ദർശിതയുടെ കുടുംബം പറഞ്ഞത് ദർശിത ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 3 ബാഗുകളുമായാണ് ഇറങ്ങിയത്. അത് ഓട്ടോറിക്ഷ തൊഴിലാളി ഉൾപ്പെടെ അത് ദൃക്സാക്ഷിയാണ്. അത് സംബന്ധിച്ച വിവരം പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ
കർണാടകയിലെ ഹുൻസൂരിൽ ദർശിതയുടെ വീട്ടിലെത്തിയ ഘട്ടത്തിൽ അവിടെ 2 ബാഗ് മാത്രമേ എത്തിയിട്ടുള്ളൂ. അവിടെ 2 ബാഗ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ബാഗ് എവിടെ പോയി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവണം. ആ ബാഗിലായിരിക്കാം ഈ സ്വർണവും പണവും സൂക്ഷിച്ചത്. അത് പിന്നീട് ഈ സിദ്ധരാജു തട്ടിയെടുത്ത് ഈ ദർശിതയെ കൊലപ്പെടുത്തിയതാകാം എന്ന നിഗമനത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണത്തിൽ തന്നെയാണ് ഈ ദർശിതയുടെ ഭർത്തൃ കുടുംബം ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. കാരണം ഈ മോഷണം സംബന്ധിച്ച് സ്ഥിരീകരിക്കാൻ കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. ദർശിതയെ കൊലപ്പെടുത്തിയത് സിദ്ധരാജു തന്നെയാണെന്ന് സിദ്ധരാജു സമ്മതിച്ചു. അതേ തുടർന്നാണ് അയാളെ റിമാൻഡ് ചെയ്തത്. വിവരങ്ങളുമായി ചേർന്നത് അരുൺ പൂപ്പറമ്പയാണ്. ഇപ്പോൾ വരുന്ന 2 വാർത്തകളിലേക്ക്. ഒന്ന്, റഷ്യൻ എണ്ണ ഇറക്കുമതി തുടരുമെന്ന് റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ അറിയിച്ചിട്ടുണ്ട്. ദേശീയ താൽപര്യം മുൻനിർത്തിയായിരിക്കും ഇത് തുടരുക എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോട് താമരശ്ശേരിയിൽ 55 ഗ്രാം മയക്കുമരുന്ന് MDMA-യുമായി 2 പേർ പിടിയിലായെന്ന വാർത്തയും വരുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളും പ്രേക്ഷകരിലേക്ക് ഉടൻ തന്നെ എത്തിക്കും. ജയനമ്മ കൊലപാതക കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡി കാലാവധി നീട്ടിയേക്കും. ബിന്ദു കൊലപാതകം അന്വേഷിക്കുന്ന ആലപ്പുഴ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകിയേക്കും. ജയനമ്മ കേസ് അന്വേഷിക്കുന്ന കോട്ടയം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് 2 തവണ സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. തെളിവ് ശേഖരണവും നടത്തി. DNA പരിശോധനാ ഫലം വരുന്നത് കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. DNA വന്നാലുടൻ ജയനമ്മ കേസിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങും. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച രക്തക്കറ ജയനമ്മയുടേതാണെന്ന് തെളിഞ്ഞിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് സെബാസ്റ്റ്യൻ ഉത്തരം പറഞ്ഞിട്ടില്ല. സെബാസ്റ്റ്യനു വേണ്ടി കോടതിയിൽ ഇതുവരെ അഭിഭാഷകരാരും ഹാജരായിട്ടുമില്ല. കോതമംഗലം ഊന്നുകൽ കൊലപാതക കേസിൽ നിർണായകമായ ഫോറൻസിക് പരിശോധനയ്ക്ക് പിന്നാലെ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. പെരുമ്പാവൂർ ഭാഗത്തു നിന്ന് പ്രതി പോയ സ്ഥലങ്ങൾ കണ്ടെത്താനാണ് നിലവിലെ ശ്രമം. ലാൽകൃഷ്ണനാണ് തൊടുപുഴയിൽ നിന്ന് ചേരുന്നത്. ലാൽ, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ. കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ കാറിൽ നിന്ന് ഫോറൻസിക് സംഘം രക്തക്കറിയും അതോടൊപ്പം ശാന്തയുടെ മുടിയും കണ്ടെത്തിയിരുന്നു. കേസിൽ ഏറ്റവും നിർണായകമായതാണ് ഇത്. കാരണം കൊലപാതകം നടത്തിയത് മറ്റൊരിടത്ത് വെച്ചാണെന്നും മൃതദേഹം അതിനുശേഷം ഇവിടെ കൊണ്ടുവന്നിട്ടതാണ് എന്നുമുള്ള നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞു. പക്ഷെ ഇവിടെ വെച്ചാണ് കൊലപാതകം നടത്തിയത് എന്നൊരു ചോദ്യം ഇപ്പോഴുമുണ്ട്. മാത്രമല്ല, ആരെങ്കിലും ഈ കൊലപാതകത്തിൽ ഇയാളെ സഹായിച്ചിട്ടുണ്ടോ, പ്രതിയായ രാജേഷിനെ സഹായിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രതിയായ രാജേഷ് കോതമംഗലത്ത് വന്ന് വാഹനം ഏൽപ്പിച്ചതിന് ശേഷം പെരുമ്പാവൂർ ഭാഗത്തേക്ക് ബസ്സിൽ കയറി പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ പെരുമ്പാവൂരിൽ നിന്ന് ഏത് ഭാഗത്തേക്കാണ് പോയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി കണ്ടെത്തേണ്ടത്. ആ ഭാഗം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനാണ് ഇപ്പോൾ നിലവിൽ പ്രാധാന്യം നൽകുന്നത്. രാജേഷുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളുടെ ഫോൺ കോളുകളടക്കം. ഏതായാലും പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അന്വേഷണം തുടരുകയാണ്. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.